സുഹൃത്തുക്കളെ, ഈ വേദിയിലേക്ക് വരുന്നത് 983 NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരിയുടെ വേദിയിൽ നിന്നും ചിലങ്ക അഴിച്ചുവെച്ച ഒരു നർത്തകൻ. ആ ചിലങ്ക വീണ്ടും കാലിൽ അണിഞ്ഞ് ചിലമ്പൊലി എന്ന ചിത്രത്തിലെ അഭയദേവ് വരികളുമായിട്ടാണ് വരുന്നത്. NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരി ഓൾ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആർട്ട് സെക്രട്ടറി വരുന്നത് ഒരു പ്രിയ മാനസനാണ്. സ്വാഗതം ചെയ്യുക വേദിയിലേക്ക് പ്രിയമാനസ എന്ന ചിലമ്പൊലിയിലെ അഭയദേവ് ഈരടികൾക്കൊപ്പം മനോജ് ശിവദാസ്. നായക നിന്നോടൊത്തു
മനോജിന് ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ കൊടുത്ത കയ്യടി പോരാ. കാരണം 30 വർഷത്തിന് ശേഷമാണ് താൻ പഠിച്ചെടുത്ത ഒരു കല, താൻ സാധകം ചെയ്ത് സ്വായത്തമാക്കിയ ഒരു കല കൂട്ടുകാർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. മനോജിന് ഈ മടങ്ങി വരവിനെ പറ്റി ഉള്ള ചിന്ത? ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, ഒന്നുകൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുക. അത് അന്ന് ലാസ്റ്റ് ഞാൻ ചെയ്തത് ചങ്ങനാശ്ശേരി NS കോളേജിലെ 83-ലെ യൂത്ത് ഫെസ്റ്റിവലിലാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അജിആർ നായരായിരുന്നു അന്ന് ആർട്സ് സബ് സെക്രട്ടറി. അന്ന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ചെയ്യുമ്പോൾ. അതിനുശേഷം ഞാൻ ഇങ്ങനെ സ്റ്റേജുകളിലൊക്കെ ചെയ്യും, ഇങ്ങനെ വെറുതെ കളിക്കും എന്നല്ലാതെ ഒരിക്കലും ഒരു ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടില്ല. അതിൻ്റെ കുറവ് ഈ പെർഫോമൻസിലുണ്ടായിരുന്നു. അത് നിങ്ങൾ സദയം ക്ഷമിക്കണം. ഈ പെർഫോമൻസിനോട് 60% പോലും എനിക്ക് ഇത് പുലർത്താൻ സാധിച്ചിട്ടില്ല. അതിന് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചങ്ങനാശ്ശേരി NSS അലൂമിനിയിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം, ഞാൻ ഡാൻസ് ചെയ്യും എന്ന് അറിഞ്ഞതിന് ശേഷം എന്നോട് ഓരോ പ്രോഗ്രാമിനും ഇന്ന് ഈ പ്രാവശ്യം ഒരു ഡാൻസ് ചെയ്യണം, ഈ പ്രാവശ്യം ഒരു ഡാൻസ് ചെയ്യണം എന്ന് ആത്മാർത്ഥയോടെ പറയുന്ന എൻ്റെ വേണിച്ചേട്ടനോട് കൂടിയാണ് ഞാൻ ഈ ഡാൻസ് ഒപ്പിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യങ്ങളുണ്ട്, എൻ്റെ പ്രീതയ്ക്ക് വേണ്ടി. അതിനൊരു കാരണമുണ്ട്. ഞാൻ NSSലെ പരിപാടികൾക്കൊക്കെ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി ഇങ്ങനെ പല മുദ്രകളും കാണിക്കുമ്പോൾ എപ്പോഴും എൻ്റെ പ്രീത പറയാറുണ്ട്, അതിൽ 10% ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് ഡാൻസ് അറിയാവുന്നു. ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുന്നത് 2 അടിച്ചിട്ട് കിടന്ന് കളിക്കുക. അതുകൊണ്ട് ഒരിക്കലെങ്കിലും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തൊന്ന് പെർഫോം ചെയ്യണം. എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും സന്തോഷം. മനോജ് ഇവിടെ അരങ്ങിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ ആസ്വദിച്ചറിയുന്നുണ്ട് മനോജിന്റെ ഒരു ഭംഗി. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ മനസ്സിലെ വികാരം നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു മനോജ് മടങ്ങി വരണം. മനോജ് മടങ്ങി. ഞാനൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ മറ്റൊരു രാധാകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രാധാകൃഷ്ണമാഷ്ക്ക് ഇങ്ങനെ തന്നെ വേണം. കാരണം എന്നെ നിർബന്ധിച്ച് 2003 ഒരു സ്റ്റേജിലേക്ക് തള്ളിക്കയറ്റിയത് ഇതേ രാധാകൃഷ്ണ മാഷാണ്. ഞാൻ അതിനുള്ള നന്ദിയും രേഖപ്പെടുത്തും. സുഹൃത്തുക്കളെ, ഈ രാധാകൃഷ്ണൻ എന്ന പേരിന് തന്നെ ഒരു വികൃതിയുണ്ട് അതിനകത്ത്. ശ്രീകൃഷ്ണനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾ കുടിച്ചുകൊണ്ടിരുന്നിടത്തുനിന്നും ചേലയെടുത്തുകൊണ്ട് ഓടിപ്പോയി മരത്തിന്റെ മുകളിലിരുന്ന് ശീലക്കേടുകൾ കാണിച്ചവനാണ് രാധാകൃഷ്ണൻ. അതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് എൻ്റെ വലതുവശത്ത് നിൽക്കുന്ന രാധാകൃഷ്ണൻ. എന്തെല്ലാം ശീലക്കേടുകൾ കാണിച്ചിട്ടും മനസ്സിൽ നിന്ന് മാറാത്ത ഈ കൃഷ്ണനെ ഒരുപക്ഷെ കഴിഞ്ഞൊരു സമ്മേളനത്തിൽ കേട്ടതാണ്, ഏറ്റവും കൂടുതൽ മലയാള ഭാഷയിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയേ ഉള്ളൂ, കണ്ണൻ. സ്നേഹപൂർവ്വം ശ്രീകൃഷ്ണനെ വിളിക്കാറുണ്ട് കണ്ണ എന്ന്. ഏതൊരമ്മയും തൻ്റെ കുഞ്ഞിനെ വിളിക്കാറുണ്ട് കണ്ണ എന്ന്. പിന്നെ ഭർത്താക്കന്മാരുടെ സ്നേഹമുള്ള എൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും വിളിച്ചിട്ടുണ്ട് കണ്ണ എന്ന്. അവൾ അതിൻ്റെ കൂടെ മറ്റു ചിലതും കൂടെ ഒക്കെ ചേർത്താണ് എന്നെ വിളിച്ചിട്ടുള്ളത് എന്ന് സ്നേഹപൂർവ്വം ഞാനിപ്പോൾ അനുസ്മരിക്കും. പിന്നെ ഈ മനോജിലേക്ക് വരാം. മനോജിൻ്റെ അടുത്ത് നിന്ന് പേടിക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിപ്പിടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. മനോജ് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഇവിടെ തിരിച്ചറിഞ്ഞിരുന്നുള്ളൂ ഒരു നർത്തകനെന്ന്. പക്ഷെ അല്ല, മുമ്പേ പറഞ്ഞ എൻ്റെ ശ്രീമതി ഒരിക്കൽ മനോജ് 2 എണ്ണം അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇടതും വലതും കാലും മാറ്റിയപ്പോൾ അവൾ തന്നെ പറഞ്ഞു, ഇത് വെള്ളമല്ല, ഏതാണ്ട് ഒരു ഇത്തിരി ഡാൻസ് അങ്ങേർക്കറിയാം എന്ന് മനസ്സിലാക്കി. എന്നെക്കാൾ വേഗം തിരിച്ചറിഞ്ഞ ഒരു കലാകാരിയാണ് എൻ്റെ ഭാര്യ. പിന്നെ മനോജിനെ സംബന്ധിച്ചിടത്തോളം ഏത് വേഷവും കെട്ടുവാൻ നല്ല മനസ്സാണുള്ളത്. പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം. ഈ 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് ഇത്ര മനോഹരമായി നൃത്തം അവതരിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ അങ്ങേ എത്രമാത്രം അനുമോദിച്ചാലും മതിയാവില്ല. 60% എന്നല്ല,
ഒരു കണക്കധ്യാപകന്റെ ഭാഷയല്ലെങ്കിൽ തെറ്റുകൂടാതെ ഞാൻ പറയട്ടെ, 160% അങ്ങയുടെ ശ്രമം വിജയമായിട്ടുണ്ട്. ഇനിയും NSS ചങ്ങനാശ്ശേരിയുടെ വേദികളെ ധന്യമാക്കുവാൻ അങ്ങയുടെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാൻ അവസരമുണ്ടാക്കി തരണമേ എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.